ഞാൻ പറഞ്ഞു വന്നത് നൂറുകണക്കിന് കേസറ്റുകൾ ആർക്കും കിട്ടും. മൗലവിമാര് കേസറ്റ് വാങ്ങി, അത് വാങ്ങിയിട്ടത് കേട്ട് പഠിക്കല്ല. മൗലവിമാരെന്താ ചെയ്യുന്നത്? കേസറ്റ് വാങ്ങി, CD കേസറ്റ് വാങ്ങിയിട്ട് മൗലവിമാര് വല്ല കോഴിക്കോട്ട് ഷെയ്ഖിന്റെ പള്ളിയും എടുത്തു. ബർക്കത്തുള്ള സ്ഥലം തന്നെയാണല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൗലവിമാര് വന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുകയാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ, ഇതാ പേരോടിതാ ഓടിപ്പോകുന്നു, പേരോടിതാ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി മുട്ടുന്നു. അങ്ങനെ മുട്ടുന്ന മൗലവിമാരുണ്ടെങ്കിൽ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. കോഴിക്കോട്ട് ജീവനുള്ള മൗലവിമാരുണ്ടെങ്കിൽ നേരിൽ പറയാൻ തയ്യാറാകണം. നിന്റെ വിഷയം അമ്മഞ്ഞമ്മഞ്ഞം പറയണ്ട. മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഞാൻ തെളിയിക്കും. സുന്നത്ത് ജമാഅത്ത് പിഴച്ചതാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മൗലവിയുണ്ടോ? അവരെ ജീവനോടെ ആക്കാനുണ്ട്. സ്ക്രീനും കൊണ്ട് നടക്കണ്ട കേട്ടോ. നമ്മുടെ പ്രസംഗത്തിന്റെ അത്ര അങ്ങേത്തലയും അങ്ങോട്ട് കട്ടുകളിയാ, ഇങ്ങേത്തലയും കട്ടുകളിയാ. എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ചില കാര്യം ഉദ്ധരിക്കൂ. അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവർ കേൾപ്പിക്കൂല. അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ അതും കേൾപ്പിക്കൂല. എന്നിട്ട് പേരോട് ഇതാ സംബന്ധിക്കുന്നു എന്ന് അറിയൂ. അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ. അവർ സാധാരണ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടല്ലോ, മുജാഹിദ് പ്രസ്ഥാനം അങ്ങേ ഭാഗവും കട്ടിയും ഇങ്ങേ ഭാഗത്തും കട്ടിയും, അങ്ങനെ നേരെ വിപരീതമായ എന്താണോ ഉദ്ദേശിച്ചതിനെതിരായ കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സ്ക്രീനും കൊണ്ട് നടക്കണ്ട, നേരിട്ട് ജീവനോടെ വന്നോളി എന്നാണ്. ജീവനോടെ നമ്മൾ ഒരുപാട് വന്നു, ആലപ്പുഴ വന്നു. അതുകൊണ്ട് 8 കുടുംബം മുജാഹിദായി കഴിഞ്ഞ ആഴ്ച. ജീവനോടെ സുന്നി പണ്ഡിതന്മാരുടെ ഒരേ സ്റ്റേജിലിരുന്ന് വാദപ്രതിവാദം നടത്തി വൈകുന്നേരം വരെ തീരുമാനിച്ചത് ഉച്ചയോടെ അവസാനിച്ചു, ഇറങ്ങിയോടി. 8 സുന്നി കുടുംബം, ആ നാട്ടിലെ അറിയപ്പെട്ട AP സുന്നികൾ, 8 കുടുംബത്തിലെ നായകന്മാർ മുജാഹിദായി. അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ. അപ്പൊ സ്ക്രീനും കൊണ്ട് നടക്കണ്ടതാ. സ്ക്രീനും കൊണ്ട് നിങ്ങളല്ലേ നടന്നത്? ഇവിടെ സ്വതന്ത്രമായി നടന്ന പ്രസംഗത്തിന് പോലും നിങ്ങൾ സ്ക്രീനായിട്ടാണ് നടക്കുന്നത്. കേരളത്തിലെ എല്ലായിടത്തും നിങ്ങൾക്ക് സ്വന്തമായി ദൈവത്തില്ല. നിങ്ങൾ സ്വന്തമായി ഒരു നാട്ട് പ്രസംഗിക്കുന്നുണ്ടോ? ഇവിടെ ഞാൻ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ഒരു പോയിന്റ് ഓർമ്മപ്പെടുത്തി, ഗത്യന്തരമില്ലാത്തോണ്ടിട്ടാണ് സ്ക്രീനിട്ട് ക്ലിപ്പിംഗ് ഇട്ട് ഞാൻ പ്രസംഗിക്കാറില്ല. എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു വെച്ചാൽ നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കൃത്രിമത്വം നടന്നുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമല്ലോ. അതുകൊണ്ട് മാത്രമാണ്. സത്യത്തിൽ നേർക്ക് നേരെ ഖുർആൻ ഓതി സുന്നത്തോതി നിങ്ങളോട് വിഷയം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ മറിച്ച് എന്താ ഉണ്ടാവുക? ക്ലിപ്പിങ്ങിന് പകരം ക്ലിപ്പിംഗ്. ആളുകൾക്ക് വിഷയം പഠിക്കാൻ പറ്റില്ല. മുജാഹിദുകൾ അങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികൾക്ക് മതം പഠിക്കാൻ പറ്റുമോ? അതുപോലെ സുന്നികൾ എങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മതം പഠിപ്പിക്കാൻ പറ്റുമോ? പക്ഷെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാപകമായി ജനങ്ങൾ അവരുടെ വിശ്വാസമായി, ആചാരമായി, കർമ്മമായി ചെയ്തു കൂട്ടിയ തിന്മകൾ അത് തന്നെയാണ് ശരി എന്നവർക്ക് തോന്നുകയും നരകത്തിന്റെ വഴികളിലേക്ക് അവർ പോവുകയും ചെയ്താൽ അത് അപകടമാണ് എന്നതുകൊണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? വാചകത്തിന്റെ അപ്പുറവും കട്ടുകളെ അതാരാ ചെയ്യുന്നത് എന്ന് നിങ്ങൾ അടുത്തത് കാണുക, എന്നിട്ട് ബാക്കിയും പറയും. പക്ഷെ ഈ മൗലവി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതറിയോ? ഞങ്ങൾ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയുന്നത്. അതൊന്ന് എപ്പിച്ചോട്ടാ പോലെ. ശരിക്കും വിശ്വാസികളെ, മുസ്ലിങ്ങളെ ഒരാളെയും വിശ്വസിക്കരുത്, ഇന്നലെയും വിശ്വസിക്കരുത്. കണ്ടോ? ഒരൊറ്റ മൂപ്പര് പറയുന്നത് മുസ്ലിമീങ്ങളെ ഒരാളെ നിങ്ങൾ വിശ്വസിക്കരുത്, എന്നെയും വിശ്വസിക്കരുത്. കാരണം എല്ലാ മൗലവിമാരെ കഥയും നന്നായിട്ട് മൂപ്പർക്ക് അറിയാം. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമാക്കണം. സത്യത്തോടോ പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന കാര്യത്തിലോ യാതൊരു അഭിപ്രായവും ഇല്ലാത്ത ആളാണ് ഈ പേരോട് എന്ന് പറയുന്ന മനുഷ്യൻ. ചാലിയം നമ്മുടെ തൊട്ടടുത്ത് 4 തവണ ഞാൻ പ്രസംഗിച്ചു. ചാലിയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന പ്രഭാഷണം നടന്നു. അവിടെ മറുപടിയും നടന്നു. അവിടെ ആ പ്രസംഗത്തിൽ ഞാൻ ജനങ്ങളോട് പറയുന്ന വളരെ വിപുലമായ ഒരു പോയിന്റാണ് കട്ട് ചെയ്തത്. നിങ്ങൾ ആരെയും വിശ്വസിക്കരുത് എന്ന് മാത്രമായിരിക്കൂലല്ലോ ഒരു പ്രസംഗത്തിൽ ഉണ്ടാവുക. നിങ്ങൾക്കറിയാലോ, ധൈര്യമുണ്ടെങ്കിൽ അതാണ് ആ പ്രസംഗത്തിന്റെ ശേഷം പറഞ്ഞ വാചകം ഒന്ന് കേൾപ്പിച്ചിരുന്നുവെങ്കിൽ ഏതുപോലെ ഒരാള് വിശുദ്ധ ഖുർആൻ എടുത്തു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, അതിനർത്ഥം പറയാൻ പറഞ്ഞു. അർത്ഥം പറയുമ്പോൾ എന്താ? നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം, അതുകൊണ്ട് ഞാൻ പള്ളി തകർക്കാൻ പോവുകയാണ് എന്നൊരാൾ പറഞ്ഞാലോ, അതിന്റെ തൊട്ട് താഴെ വേറുണ്ട്, അത് പറയില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പറയും, അല്ലേ? നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം. എങ്ങനെ നമസ്കരിക്കുന്നവർ എന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്.
അതോതാതെ അത് പറയാതെ ഈ ആയത്തോതിയിട്ട് അത് ഉദ്ധരിച്ചാൽ ജനങ്ങൾക്ക് റോങ് ആയ വിവരമല്ലാതെ നേരെ ചൊവ്വയുള്ള വിവരമാണോ കിട്ടുക? ഞാൻ എന്താ പറഞ്ഞത്? ജാലിയത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കേസറ്റ് അവരുടെ കയ്യിലുമുണ്ട്, നമ്മുടെ കയ്യിലുമുണ്ട്. സമയം ദീർഘിപ്പിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ്. എന്താ പറയുന്നതെന്നറിയോ? ജനങ്ങളെ, നിങ്ങൾ പണ്ഡിതന്മാരെ വിശ്വസിക്കരുത്, നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, നിങ്ങൾ ആരെയും വിശ്വസിക്കരുത്, എന്നെയും വിശ്വസിക്കരുത്. എങ്ങനെയായിക്കൊണ്ടല്ലാതെ ഞങ്ങൾ ഉദ്ധരിക്കുന്നത് ഖുർആനും സുന്നത്തിനും അനുയോജ്യമാണോ എന്ന തെളിവ് പരിശോധിച്ചിട്ടല്ലാതെ നിങ്ങൾ ഒരാളെയും വിശ്വസിക്കരുത് എന്ന ഹൃദയഹാരിയായ ഉജ്ജ്വലമായ പ്രസംഗത്തെ അപ്പുറത്തും ഇപ്പുറത്തും കേൾപ്പിക്കാതെ കട്ട് ചെയ്ത് കേൾപ്പിക്കുക വഴി ആയിരക്കണക്കിന് മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകളെ ചിരിപ്പിക്കുക വഴി എന്തായിരിക്കാം അയാൾ ഉദ്ദേശിച്ചത്? താൽക്കാലികമായ രക്ഷപ്പെടൽ. പക്ഷെ ഒരിക്കലും രക്ഷപ്പെടാത്ത എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അക്രമി കൈകടിക്കുന്ന ദിവസം. 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 27 മുതൽ 30 വരെ. ഇനി നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുക. കമന്റ് ഒന്നുകൂടെ കേട്ടോളൂ, എന്നിട്ട് ഞാൻ പറയാ ബാക്കി. നമ്മുടെ പ്രസംഗത്തിന്റെ അത്ര അങ്ങേത്തലയും അങ്ങോട്ട് കട്ടുകളിയാ, ഇങ്ങേത്തലയും കട്ടുകളിയാ. എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ചില കാര്യം ഉദ്ധരിക്കൂ. അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവർ കേൾപ്പിക്കൂല. അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു അതും കേൾപ്പിക്കൂല. എന്റെ പേരോട് ഇതാ സമ്മതിക്കുന്നു എന്ന് അറിയൂ. അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ. അവർ സാധാരണ പതിവാണത്. കണ്ടോ എന്താ ചെയ്യുന്നത്? അവനാൻ ചെയ്തത് അവനാൻ വിളിച്ചു പറഞ്ഞു. അവനാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ ഈ പറഞ്ഞ ഇതേ വാചകം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. പക്ഷെ ഇവരെ ആ കാര്യത്തിൽ ഇവരുടെ സമീപനം നമുക്കറിയാം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയാൻ, ഇമാം അബൂ ഹനീഫ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത്, എന്നെ നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ എവിടെ നിന്നാണ് അതിന് തെളിവ് പിടിച്ചത് എന്ന് നിങ്ങൾ നോക്കാതെ നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, എന്റെ കാര്യങ്ങൾ നിങ്ങളെ പിന്തുടരരുത് എന്ന് ഇമാം അബൂ ഹനീഫ പറയുന്നത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ്. നമ്മൾ പറയല്ലോ, ബഷീർക്ക ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ അയാളോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന, ഞാൻ വിശ്വസിക്കാൻ കൊള്ളുന്നവനാണെന്ന അതിന്റെ അർത്ഥം. ഞാൻ നിങ്ങൾക്ക് തെളിവാണ് പറഞ്ഞിരുന്നത്. ഞാൻ ചാലിയെത്തി എന്നിട്ട് ആ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ഞങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. കാരണം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ആകാശഭൂമികളുടെ തമ്പുരാനാണ് പറയുന്നത്. പക്ഷപാതമില്ലാത്ത കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, കക്ഷിത്വമില്ലാത്ത ഭിന്നിച്ചു പോകാത്ത വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീആ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണേ, നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ എന്ന് സൂറത്തു ആൽ ഇംറാനിലെ 103-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ച മലിക്കുൽ ജബ്ബാറായ റബ്ബ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ, സത്യവിശ്വാസികളെ, നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും ഭൂരിപക്ഷം വരുന്ന പുരോഹിതന്മാരും യഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ, ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയാണ്. അങ്ങനെ തിന്നണമെങ്കിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അങ്ങനെ തിന്നാൻ വകുപ്പുണ്ടാകണമെങ്കിൽ യഥാർത്ഥ മതമനുസരിച്ച് സാപ്പാട്ട് രാമന്മാർക്ക് അത് സാധ്യമല്ല. പക്ഷേ യഥാർത്ഥ മതത്തിൽ തിരിച്ചുവിട്ട് അയാഥാർത്ഥ്യമായ കാര്യങ്ങളെ മതമായി പ്രതിഷ്ഠിച്ചാൽ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളെ തെറ്റിച്ചു കളയുന്ന ആളുകൾ. അപ്പൊ മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരെ കുറിച്ച് ഞാനല്ല പറയുന്നത്, ആകാശഭൂമികളുടെ തമ്പുരാനാണ്. അന്ന് മുഹമ്മദ് നബി ജീവിതവും സന്ദേശവും എന്ന പ്രസംഗം കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ ക്ലിപ്പിങ്ങിലൂടെ, അതുപോലെ CD-യിലൂടെ, LCD-യിലൂടെ 10,000-കണക്കിന് മനുഷ്യർ കേൾക്കുകയും എനിക്കറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് പേരെ അത് സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള പ്രസംഗമാണ്. അതിന്റെ അപ്പുറം കട്ട് ചെയ്തില്ലേ, അതിന്റെ ഇപ്പുറം